സംസ്ഥാനത്ത് 5 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഒരു ജില്ലയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് ഇപ്പോഴില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം, കണ്ണൂരിൽ നിന്ന് സജോ ദേവസി എന്നിവർ ചേരുന്നു. ആദ്യം ദീപകിലേക്ക്. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം. ഇന്ന് വലിയൊരു അപകടത്തിൻ്റെ ഹാങ് ഓവറിലാണ് നമ്മളെല്ലാവരും. അതിൻ്റെ കൂടെയാണ് ഈ മഴ കനത്ത് പെയ്യുന്നതും. എങ്ങനെയാണ് വടക്കൻ മലബാറിൽ പൊതുവെയുള്ള അവസ്ഥ? കോഴിക്കോട് മഴയുണ്ടോ? SKN വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി മുഴുവൻ തകർത്തു മഴ പെയ്യായിരുന്നു. ഒരുപക്ഷേ ഇന്നലെ രാത്രി ഞങ്ങളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയായിരുന്നു. കാരണം വീണ്ടും ഒരു പ്രളയത്തിലേക്കാണോ പോകുന്നതെന്ന് രാഹുൽ സുരേഷും ഞാനൊക്കെ ഇങ്ങനെ അർദ്ധരാത്രിയിലും, അതായത് പുലർച്ചെ 3 മണിക്കൊക്കെ കനത്ത മഴയായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ തൽക്കാലം പുലർച്ചയോടുകൂടി മഴയൊന്ന് നിന്നു. ഏതാണ്ട് 5 മണിയോടുകൂടി മഴ ചോർന്നിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന കാണാം, SKN കാണാം, ബട്ട് ബീച്ചിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അതായത് ബട്ട് റോഡ് ബീച്ചിലെ പാർക്കാണിത്. പാർക്ക് പൂർണ്ണമായും വെള്ളത്തിലകപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ കടലും ഏതാണ്ട് പ്രക്ഷുബ്ധവും മാനം മേഘാവൃതമാണ്. നമ്മുടെ ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരി ഒന്നിങ്ങോട്ട് ക്യാമറ പാൻ ചെയ്താൽ കാണാം. SKN എൻ്റെ പുറകിൽ കാണുന്ന കടലാണ്. കടൽ കലിതുള്ളി വരുന്ന ഒരു കാഴ്ചയാണ്. അതായത് സാധാരണഗതിയിൽ ഈ പ്രകൃതിക്ഷോഭം രൂക്ഷമാകുന്നൊരു സാഹചര്യത്തിൽ കടലിനുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ ഒരു അവസ്ഥയിലാണ് കടലിൻ്റെ സാഹചര്യം. കടലിങ്ങോട്ട് വലിഞ്ഞു വരുന്നുമുണ്ട്. മറ്റൊരു കാര്യം, SKN ഇന്ന് കൊയിലാണ്ടി അരിക്കുളത്ത് കിണർ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നു. നാട്ടുകാർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ്. അത് ഒരു കോളനിയിലേക്ക് മുഴുവൻ വെള്ളമെടുക്കുന്ന കിണറാണ്. ആ കിണറാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. ഈ ഫിൻജാൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് മലബാറിൽ 2 ഇടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട്. നേരത്തെ SKN പറഞ്ഞതുപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അത് കൂടാതെ വയനാടൊക്കെ മഴ പെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആന്തരാണ് SKN. കാരണം ഈ ചുരൽമല ദുരന്തത്തിന് ശേഷമുള്ളൊരു മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ വയനാട്ടുകാർക്ക് വലിയ ടെൻഷനാണ്. അതുപോലെ തന്നെ മലപ്പുറത്തും കോഴിക്കോടും യെല്ലോ അലർട്ടും ഉണ്ട്. മറ്റ് അതിതീവ്ര മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായത്. ഇപ്പോഴൊരു മഴയ്ക്കൊരു ഇടവേള വന്നിട്ടുണ്ട് SKN. ഓക്കെ, ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കണ്ണൂരിലേക്ക്. മറ്റു പല ജില്ലകളിലും മഴയുടെ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അതിതീവ്ര മഴയുടെ സൂചന നൽകുന്ന റെഡ് അലർട്ട് ഒരു സ്ഥലത്തും പ്രഖ്യാപിച്ചിട്ടില്ല. ഓറഞ്ച് അലർട്ട് മാത്രമേ ഉള്ളൂ. യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും മാത്രമേ ഉള്ളൂ. ഈ മഴ പ്രമാണിച്ച് അവധി നൽകണം, ജില്ലാ കളക്ടറെ വിളിച്ചെഴുന്നേൽപ്പിക്കണം, അദ്ദേഹം ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇന്ന് അവധി ഉണ്ടായിരിക്കില്ല. കാരണം അവധി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചേനെ. അതുകൊണ്ട് കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ പോകാൻ റെഡി ആയിക്കോളൂ. പ്രാദേശിക അവധികളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ ഒരു സ്ക്രോൾ വരുന്നില്ലേ? പ്രാദേശിക അവധി സ്ക്രീനിൻ്റെ തൊട്ട് താഴത്തേക്ക് നോക്കിക്കോളൂ. ഇപ്പോൾ കണ്ണൂരിൽ നല്ല മഴ പെയ്യുന്നു എന്നാണ് അവിടെ നിന്നുള്ള നമ്മുടെ പ്രതിനിധി സജോ ദേവസി അറിയിക്കുന്നത്. കണ്ണൂരിലേക്കൊന്ന് പോകാം. സജോ ദേവസ്യ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കണ്ണൂരിൽ കാര്യമായ മഴ ഇന്നലെയും പെയ്തിരുന്നു. ഇന്നും മഴയുടെ അവസ്ഥ രൂക്ഷമാണോ? ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും. കണ്ണൂരിൽ എന്താണ്? SKN കണ്ണൂരിൽ നല്ല മഴ വിവിധയിടങ്ങളിൽ ലഭ്യമാകുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി ശക്തമായ മഴയുണ്ടായിരുന്നു. രാത്രിയിലും നല്ല മഴ ലഭിച്ചിരുന്നു. പുലർച്ചെയും മഴ തുടരുകയാണ്. ജില്ലയുടെ വിവിധ മേഖലകൾ, നഗര മലയോര മേഖലകൾ വ്യത്യാസമില്ലാതെ കാര്യമായ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ താരതമ്യേന മഴയുടെ ശക്തി കുറവാണ് എങ്കിലും കാര്യമായ മഴ ലഭ്യമാകുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ. കണ്ണൂരിൽ ചെറുപുഴ, കൊട്ടിയൂർ, ഇരിട്ടി, തളിപ്പറമ്പ്, ശ്രീകണ്ഠപുരം ഉൾപ്പെടുന്ന മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചെല്ലാം ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് നഗരമേഖലകളാണ്. നഗരത്തിലും മഴ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴ കാര്യമായി നീരൊഴുക്ക് വർദ്ധിച്ചു. മഴയുടെ അളവും വർദ്ധിച്ചതോടുകൂടി കണ്ണൂരിലെ പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കും. അധിക ജലം പുറത്തേക്ക് ഒഴുക്കിക്കളയും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടിയായിരിക്കും ഷട്ടറുകൾ തുറക്കുക. വൃഷ്ടി പ്രദേശങ്ങളിൽ താഴ്വാരങ്ങളിലേക്ക് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. താഴേക്ക് ജലം ഒഴുക്കിക്കഴിയുമ്പോൾ അവിടേക്ക് ജലനിരപ്പ് വർദ്ധിക്കും. അപ്പോൾ ജലാശയങ്ങളിൽ കാര്യമായി തന്നെ വിവിധയിടങ്ങളിൽ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധിയില്ല. ഇന്നലെ അവധി നൽകിയിരുന്നു, പക്ഷേ ഇന്ന് അവധിയില്ല. ഇന്ന് ജില്ലാ ഭരണകൂടം പ്രത്യേകമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തിക്കും. പക്ഷേ കർശന ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, കനത്ത കാറ്റ്, മഴ, കടൽക്ഷോഭം എന്നിവയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതേസമയം അലേർട്ടുകളുടെ കാര്യത്തിൽ നേരത്തെ അതിതീവ്ര മഴ മുന്നറിയിപ്പല്ല, പക്ഷേ അത് പുതുക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാര്യമായ മഴ വിവിധയിടങ്ങളിൽ ലഭ്യമാകുന്നുണ്ട്. കർശന ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.